ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ബിഗ് ലേണിംഗിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ മൊഡ്യൂൾ 10 ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ പാർട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ RNDCയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചായിരുന്നു. അതിൽ നമ്മൾ എന്തായിരുന്നു കംപ്രഷൻ പഠിച്ചു. അത് കംപ്രസർ പാർട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അതിൽ ബാക്കിയുള്ള പ്രോസസ്സ്, അതായത് കംപ്രസർ കഴിഞ്ഞിട്ട് കണ്ടൻസർ, പിന്നെ നമ്മുടെ എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിക്കും. പിന്നെ ഇന്ന് ഞാനൊരു 18 ക്വസ്റ്റ്യൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ പ്ലസ് ഒരു 8 ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം, നമുക്ക് ആദ്യമേ നമ്മൾ പഠിച്ചു കംപ്രസർ കഴിഞ്ഞ് കണ്ടൻസർ കഴിഞ്ഞ് എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കണ്ടൻസർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ഇതായിരുന്നു, 1 to 2 പ്രോസസ്. 1 to 2 കംപ്രസറിനകത്ത് നടക്കുന്നത് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കംപ്രഷൻ ആണ് നടക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 to 3 കണ്ടൻസേഷൻ, അതായത് കണ്ടൻസറിനകത്താണ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കംപ്രസറിനകത്ത് ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് കയറി. അപ്പൊ അത് കയറുമ്പോൾ അതിന്റെ എൻതാൽപ്പി H1 ആണ്, ഇറങ്ങുമ്പോൾ അതിന്റെ എൻതാൽപ്പി H2 ആണ് എന്ന് നമുക്കറിയാം. നമ്മൾ അകത്തോട്ടൊരു വർക്ക് കൊടുത്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്രസറിനകത്ത് കയറുമ്പോൾ ഉള്ള എൻതാൽപ്പിയാണോ ഇറങ്ങുമ്പോൾ ഉള്ള എൻതാൽപ്പിയാണോ കൂടുതൽ? ആരെങ്കിലും ഒന്ന് പറയാവോ? ഇറങ്ങുമ്പോൾ ഉള്ള എൻതാൽപ്പി. അതായത് നമുക്ക് H2 ഗ്രേറ്റർ ദാൻ H1 എന്ന് നമുക്ക് പറയാം കംപ്രസറിന്റെ കേസിൽ. അത് നമ്മൾ കൊടുക്കുന്ന വർക്കും എല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് അല്ലെങ്കിലും അതിന്റെ പ്രഷർ ടെമ്പറേച്ചർ കൂടി വെളി വരും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ടൻസറിനകത്ത് ആക്ച്വലി നടക്കുന്നത്, ഇപ്പൊ ഇതിനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആരോ വെച്ച് എഴുതുവാണെന്ന് വിചാരിക്കും. ആരോ വെച്ച് എഴുതുന്ന ടെക്നിക്ക് ഉണ്ട്. അതായത് H1 അകത്തോട്ട് കയറി, കംപ്രസറിനകത്തോട്ട് കയറിയത് H1 പ്ലസ് വർക്കും അകത്തോട്ട് കയറി, വെളിയിൽ ഇറങ്ങി പോകുന്ന ആരാണ്? H2 ആണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാല് നമുക്ക് W = ഒറ്റയടിക്ക് നമുക്ക് എന്തെഴുതാം? H2 മൈനസ് H1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. വേറെ ഒന്നുമില്ല, ഇതാണ് നമ്മുടെ കംപ്രസറിന് അകത്തോട്ട് കയറിയ ആരൊക്കെയാണ്? ഒന്ന് H1 ഒന്ന് വർക്കും. അത് നമ്മൾ ഒരു സൈഡിൽ എഴുതി, ഈക്വൽറ്റിന്റെ അപ്പുറത്ത് പുറത്തോട്ട് ഇറങ്ങുന്ന H2നെ എഴുതി. എന്നിട്ട് അതിനകത്ത് വർക്ക് കണ്ടുപിടിച്ച് H2 മൈനസ് H1 ആണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്, നമ്മളിപ്പോ ഈ കണ്ടൻസറിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയാം. ഹീറ്റ് വെളിയിൽ പോകും, ഹീറ്റ് റിജക്ട് ചെയ്ത് വെളിയിലാണ് പോകുന്നത്. ഓക്കെ, ഈ കണ്ടൻസറിനെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് കയറുമ്പോഴാണ് എൻതാൽപ്പി കൂടുതൽ, വെളിയിറങ്ങുമ്പോഴാണ് എൻതാൽപ്പി കൂടുതൽ? എങ്ങനെ എഴുതാം? അകത്ത് കയറുമ്പോൾ, അതായത് H2 എൻതാൽപ്പി ആയിട്ടാണ്. ഇപ്പൊ കംപ്രസറിൽ നിന്ന് ഇറങ്ങുന്ന അതേ എൻതാൽപ്പി H2 ആയിട്ട് അകത്ത് കയറും, വെളി ഇറങ്ങുമ്പോൾ അതിന്റെ എൻതാൽപ്പി H3 ആയിരിക്കും. ഇതേപോലുള്ള ടെക്നിക്കിൽ നമുക്ക് എഴുതാം. ഏതാണ്? ഈ ആരോയുടെ ടെക്നിക്കിൽ. അപ്പൊ നമ്മൾ കണ്ടൻസറിന് അകത്തോട്ട് കയറുന്ന ആരാണ്? H2. ഇതിനകത്ത് നിന്ന് വെളിയിൽ പോകുന്ന ആരൊക്കെയാണ്? ഹീറ്റ് റിജക്റ്റിട്ടും വെളിയിൽ പോകുന്നതാണ്, പ്ലസ് നമ്മളെ H3യും വെളിയിൽ പോകുന്നതാണ്. ഓക്കെ, H3യും വെളിയിൽ പോകുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് ഹീറ്റ് റിജക്റ്റിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ അന്ന് ഫോം ചെയ്താൽ എങ്ങനെ കൊണ്ടുവരാം? H2 മൈനസ് H3. അതായത് ഈ കണ്ടൻസറിനെ സംബന്ധിച്ചിടത്തോളം H2 ഗ്രേറ്റർ ദാൻ H3 ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ വീട്ടിലെ AC-യുടെ ഷെയ്ഡിന്റെ മുകളിൽ ഇരിക്കുന്ന പാർട്ടിനകത്തുള്ളത് കണ്ടൻസറാണ്. അപ്പൊ അതിന്റെ വെളിയിൽ പോകുന്ന ചൂട്ട് കാറ്റ് വരുമെങ്കിൽ അതിനർത്ഥം അത് ഹീറ്റ് സിസ്റ്റത്തിനകത്ത് റിജക്റ്റ് ആവുന്ന ഹീറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ ഹീറ്റ് റിജക്റ്റ് ആയി വെളിയിൽ പോകും. അപ്പൊ ഈ കംപ്രസറിനകത്ത് നിങ്ങൾ കയറുമ്പോഴത്തേക്ക് 2 രീതിയിലുള്ള ഹീറ്റാണ് അതിനുണ്ടാവുക. ഏതൊക്കെയാണ്? ഒന്ന്, ഇവാപ്പറേറ്ററിൽ ഇവിടെ വലിച്ചെടുക്കപ്പെടുന്ന ഹീറ്റ്. ഓക്കെ, രണ്ടാമത്തത് ഈ കംപ്രഷൻ കാരണം കുറെ ഹീറ്റ് ഉണ്ടാവും. കംപ്രഷൻ കാരണം ഒരു ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് അത് രണ്ടും കൂടെ കൊണ്ടുവന്ന് കണ്ടൻസറിൽ വന്ന് റിജക്ട് ചെയ്ത് കളയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പൊ നമ്മള് പ്രോസസ് 2 to 3 എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു വേപ്പർ ലിക്വിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അപ്പൊ വേപ്പർ ലിക്വിഡ് ആയിട്ട് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് അവിടെ പുറത്ത് കളയണം? ഹീറ്റ്. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഹീറ്റ് റിജക്ട് ചെയ്ത് നമ്മൾ പുറത്ത് കളയണം, എങ്കിലേ വേപ്പർ ലിക്വിഡ് ആവുള്ളൂ. ഞാനത് എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കി
സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിന്റെ മേലിലൊരു മൂടി വെച്ച് അടച്ച് ഇതിനെ നേരെ നമ്മൾ ടേബിളിന്റെ പുറത്ത് കൊണ്ടുവച്ച് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആ പാത്രത്തിന്റെ അടപ്പെടുത്ത് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് എന്തുണ്ടാവും? കുഞ്ഞു കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഉണ്ടാവും. അതെന്തോന്ന് പറഞ്ഞാൽ ആ വേപ്പറിനകത്തുനിന്ന് ഹീറ്റ് വെളിയിൽ പോയി കണ്ടൻസേഷൻ നടന്നത് ലിക്വിഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ അതേ പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ 100 ഡിഗ്രി ഒക്കെ വേണമെങ്കിൽ അതൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റെഫ്രിജറന്റ് ആണ്. നമ്മൾ നടക്കുന്നത് കംപ്രസ്ഡ് വേപ്പർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എൻറ്റേഴ്സ് ദ കണ്ടൻസർ. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് കംപ്രസറിനകത്തുനിന്ന് വരുന്ന ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ള വേപ്പറിലാണ് വരുന്നത്. അത് കണ്ടൻസറിനകത്ത് കയറി അവിടെ ഹീറ്റ് റിജക്ട് ചെയ്ത് കളയും. അതാണ് പറയുന്നത്. In the condenser, the refrigerant rejects heat to the surrounding atmosphere. നമുക്കറിയാം, as a result of heat rejection, the refrigerant condenses from vapor to liquid. വേപ്പർ എന്നത് ലിക്വിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇതിന്റെ കണ്ടീഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇതിൽ പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് രണ്ടും ഓർത്ത് വെക്കുക. കണ്ടൻസറിൽ പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ ഹീറ്റ് റിജക്റ്റഡ് ആണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഹീറ്റ് റിജക്റ്റഡ് ഇൻ ദ കണ്ടൻസർ ഈ ഒരു ഇക്വേഷൻ ആണ്, Q = H2 - H3. നമുക്കറിയാതെ എങ്ങനെയാണ് ഒന്ന് നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് കണ്ടൻസർ? അപ്പൊ നിങ്ങൾ PV ഡയഗ്രാം എടുക്കുന്നു. PV ഡയഗ്രാം ഇത് എടുക്കുവാണ്. അപ്പം 2 to 3 ആണ് കണ്ടൻസർ. അപ്പൊ 2-ല് ഈ പടം പ്രകാരം 2-ല് അതെന്ത് സ്റ്റേറ്റ് ആയിരുന്നു? വേപ്പർ ആയിരുന്നു. കാരണം ഈ കർവിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം അത് വേപ്പർ ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ഹീറ്റ് ഒക്കെ പുറത്ത് കളഞ്ഞ് എന്തായി മാറി? അത് ഇവിടെ 3-ല് വന്ന് ടച്ചായി എന്ന് പറഞ്ഞാൽ ഈ 3-ല് വരുമ്പോഴത്തേക്ക് ഈ കർവിൽ ടച്ച് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ലിക്വിഡായി. ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ P2 = P3. അത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി TS ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇത് ടെമ്പറേച്ചറും ഇവിടെ എൻട്രോപ്പിയാണ്. ഓരോന്നും നിങ്ങൾ ഓർത്തോളൂ. ഈ ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പൊ ഇവിടെ നമ്മളെ 2 to 3 പ്രോസസ് എടുക്കുന്നു. ഇവിടെ ഇത് കണക്കുന്നുണ്ട്. ഇവിടെ വേപ്പർ ആയിരുന്നു, ഇത് വന്ന് ടച്ച് ചെയ്ത് ലിക്വിഡായി. ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്? TS ഡയഗ്രാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഓക്കെയാണ്. ഇനി ഇതിന്റെ എൻട്രോപ്പിക്ക് എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? എൻട്രോപ്പി എന്താ സംഭവിക്കുന്നത്? എന്താൽപ്പി നമുക്കറിയാം. ഇത് നോക്കി കഴിഞ്ഞാൽ H2 എന്താൽപ്പി ഉണ്ടായിരുന്നു. ഇവിടെ 3-ല് നോക്കി കഴിഞ്ഞാൽ അത് H3 ആയിട്ട് കുറഞ്ഞുമാണ് ചെയ്യുന്നത്. HF3 എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, H3 തന്നെയാണ്. അത് ഫ്ലൂയിഡ് ആയെന്ന് കാണിക്കാൻ വേണ്ടിയാണ്, വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. ഇനി ഇതിന്റെ എൻട്രോപ്പി S എങ്ങനെയായിരുന്നു? X കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? നിങ്ങൾ വേറെ ഒന്നും 2 എന്ന് പറയുന്ന പ്രോസസ് പോയിന്റിൽ തുടങ്ങുന്ന നേരെ നോക്കുക. S2 ആയിരുന്നു അവിടെ എൻട്രോപ്പി. ഇനി ഇത് തീരുന്നത് 3-ലാണ്. അവിടെ നിങ്ങൾ നേരെ നോക്കിയാൽ S3 ആണ് അവിടുത്തെ എൻട്രോപ്പി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ ഇവിടെ S3 എന്ന് പറഞ്ഞ എൻട്രോപ്പി. അപ്പൊ എൻട്രോപ്പി എവിടെയാണ് കൂടുതൽ? എൻട്രോപ്പി കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? പറയാവോ? കുറയും. S2 > S3. അപ്പൊ എൻട്രോപ്പിയും കൂടുവാണ്, എൻതാൽപ്പിയും കൂടുവാണ് ചെയ്യുന്നത്. എൻതാൽപ്പി കുറയുന്നു, എൻട്രോപ്പി കൂടുവാണ്. എൻതാൽപ്പിയുടെ കേസ് നിങ്ങൾ നോക്കിയാൽ H2 > H3 ആണ്. ക്ലിയർ ആണ്? എത്രയും ക്ലിയർ ആണ്? ഓക്കെ ആണോ? എൻട്രോപ്പി കുറയാണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് S2 > S3 എന്നല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. S2 > S3 എന്നല്ലേ എഴുതി എൻട്രോപ്പി. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നത്. നിങ്ങളിപ്പോ ഇവിടെ ആണെങ്കിൽ 0 എൻട്രോപ്പിയാണ്. ഇവിടെ നിങ്ങളൊരു 100 അല്ലെങ്കിൽ 10 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 7 ഉണ്ടായിരുന്നെങ്കിൽ ഈ പോയിന്റിൽ അത് ഒരു 4 ഉള്ളൂ. അതാണ് നമ്മൾ എഴുതി S2 > S3 എന്നാണ്. അപ്പം S2 ആണ് തുടങ്ങുന്ന പോയിന്റ്, 3 തീരുന്ന പോയിന്റ്. അപ്പൊ തുടങ്ങുന്ന പോയിന്റ് കൂടുതലും തീരുന്ന പോയിന്റ് കുറവാണെങ്കിൽ എൻട്രോപ്പി കുറയുവാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മാർക്ക്. ഓക്കെ, കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? S2 > S3. അപ്പൊ എൻട്രോപ്പി കുറയും, എൻതാൽപ്പിയും കുറയും. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? ഒരു PV ഡയഗ്രാമിൽ അതൊരു ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. TS ഡയഗ്രാമിൽ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. കാരണം എന്താണ്? പ്രഷറും കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, എൻതാൽപ്പി കുറയുന്നു, എൻട്രോപ്പിയും കുറയുന്നു. ഇതാണ് സംഭവം. ഇനി ഇതാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സാധനം? കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് നമ്മളെ വീട്ടിലെ AC-യുടെ ഒക്കെ ഔട്ട്ഡോർ യൂണിറ്റിൽ ഇത് കാണും. ഇവിടെ ഒരു ഫാനും കാണും. ഫാൻ എന്ന് പറഞ്ഞാൽ കൂളിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫാൻ വെച്ചേക്കുന്നത്. ഓക്കെ, ഒരു ഫാൻ കാണാം. നമ്മളെ ഫ്രിഡ്ജിന്റെ ഒക്കെ ബാക്കിൽ നോക്കിയാലും ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇതിന്റെ കണ്ടൻസറാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ സർ. ഓക്കെ, ശരി. ഈ കണ്ടൻസറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സിലബസിലൊന്നും ഇതൊന്നും പറയത്തില്ല അവർ, പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്ലേസ്ഡ് ഓൺ ദ ഹൈ പ്രഷർ സൈഡ് ഓഫ് എ റെഫ്രിജറേറ്റർ. ഹൈ പ്രഷർ സൈഡ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത്? കാര്യം ഇത് കണ്ടൻസർ വരുന്നത് കംപ്രസർ കഴിഞ്ഞിട്ടാണ്. കംപ്രസർ കഴിഞ്ഞാലേ ഹൈ പ്രഷറാണ്. എക്സ്പാൻഷൻ ഡിവൈസിന്റെ ഇടയിലാണ്. എക്സ്പാൻഷൻ ഡിവൈസിന് ഇടയിൽ എന്ന് പറഞ്ഞാൽ അത് ഹൈ പ്രഷർ സൈഡ് തന്നെയാണ്. ഇത്രയും ഹൈ പ്രഷറാണ്. കംപ്രസർ കഴിഞ്ഞു, എക്സ്പാൻഷൻ ഡിവൈസിൽ കയറി ഇറങ്ങുമ്പോഴാണ് പ്രഷർ കുറയുന്നത്. അപ്പൊ ഇതിന് ഇടയിലാണെന്ന് പറഞ്ഞാൽ അത് ഹൈ പ്രഷർ സൈഡിലാണെന്നുള്ളതാണ്. ഓക്കെ. നമുക്കറിയാം, റിമൂവ്സ് ഹീറ്റ് ഫ്രം ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ഡിസ്ചാർജ് ചെയ്ത് കംപ്രസറിനകത്ത് വരുന്ന ആ ഹോട്ട് വേപ്പർ റെഫ്രിജറന്റിൽ നിന്ന് ഹീറ്റ് പുറത്ത് കളയാണ് ഇതിന്റെ ഉദ്ദേശം. ഈ ഹീറ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ ഈ പുറത്ത് കളയുന്ന ഹീറ്റ് 2 ടൈപ്പ് ഹീറ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഹീറ്റ് ഇൻ ദ ഹോട്ട് വേപ്പർ കംസ് ഫ്രം 2 സോഴ്സ്. 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇവാപ്പറേറ്ററിന്റെ അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ്. അടുത്തത് ഹീറ്റ് ഓഫ് കംപ്രഷൻ ആഡഡ് ബൈ കംപ്രസർ. കംപ്രസറിനകത്ത് കയറി ഇറങ്ങുമ്പോൾ ഒരു ഹീറ്റ് ആഡ് ചെയ്യും. അത് 2 ടൈപ്പ് ഓഫ് ഹീറ്റും കൂടെയാണ് ഇവിടെ റിമൂവ് ചെയ്ത് കളയുന്നത്. കണ്ടൻസറിൽ നമ്മൾ പുറത്ത് റിജക്ട് ചെയ്ത് കളയുന്നത്. ഒന്ന് ഇവാപ്പറേറ്ററിന്റെ അവിടെ നിന്ന് ഇവാപ്പറേറ്ററിൽ വലിച്ചെടുക്കുന്ന ഹീറ്റ്. രണ്ടാമത് കംപ്രസർ കയറി കംപ്രസ് ചെയ്യുമ്പോൾ സം ഹീറ്റ് ആഡപ്പ് ആവും. ആ ഹീറ്റും ഇവിടെ പുറത്ത് കളയുന്നത് കണ്ടൻസർ എന്നാണ്. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഇത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങളെ കണ്ടൻസർ എന്ന് പറയുന്ന സാധനം ഫുള്ള് ഇത് കണക്ക് ട്യൂബിങ് ആയിരിക്കും. ട്യൂബാണ് ഇതിനകത്ത് ഇങ്ങനെ വളച്ച് വെച്ചിരിക്കും. അപ്പൊ ഈ ട്യൂബിലെ ഒരു ട്യൂബിനെയാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ട്യൂബിന്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു ട്യൂബിനെ ഞാൻ വരച്ചു. ഓക്കെ, ഈ ട്യൂബിനകത്തൂടെ നമ്മുടെ ഹോട്ട് റെഫ്രിജറന്റ് ആണ് പോകുന്നത്. ഹോട്ട് റെഫ്രിജറന്റ് ഈ ട്യൂബിനകത്തൂടെ പോകുന്നു. ഈ ട്യൂബിനകത്തൂടെ പോകുന്ന റെഫ്രിജറന്റിനകത്തുള്ള ഹീറ്റ് ആദ്യം ഈ ട്യൂബിന്റെ ഇന്നർ വാളിൽ എത്തും. ഇന്നർ വാളിൽ. അപ്പൊ ആ വാളിനെ ഞാൻ ഒന്ന് വരച്ച് വലുതാക്കി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ആ വാൾ. ഈ ഒരു വരയില്ലേ, ഈ വര ആ വാളാണെങ്കിൽ ആ വരേനെ ഞാൻ ഇപ്പൊ വലുതാക്കി വരച്ചേക്കുന്നതാണ് ഇത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ അതിനകത്തൂടെ നമ്മുടെ ഹോട്ട് ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് നമ്മുടെ റെഫ്രിജറന്റ് വെക്കും. അപ്പൊ ഈ റെഫ്രിജറന്റ് നിന്ന് ആദ്യം സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ഹീറ്റ് ഇതിന്റെ ഇന്നർ വാളിൽ എത്തും. ഓക്കെ, കൺവെക്ഷൻ കാരണം ഈ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിൽ വരെ കണ്ടക്ഷൻ കാരണം എത്തും. എന്നിട്ട് ഔട്ടർ വാളിൽ നിന്ന് വെളിയിലുള്ള എയറോ എന്തെങ്കിലും കാണും, അതിനകത്തോട്ട് കൺവെക്ഷൻ വഴി ആ ഹീറ്റ് ഫ്ലോ ആവും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? 2 രീതിയിലാണ്. ഓക്കെ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ റെഫ്രിജറന്റ് ടു ദ വാൾസ് ഓഫ് ദ കണ്ടൻസർ ട്യൂബ്. കണ്ടൻസർ ട്യൂബിന്റെ വാളിൽ, അതായത് ട്യൂബ് വാളാണ് ഇത്, കുഞ്ഞു വാളെന്നുള്ളത് ഞാൻ ഇവിടെ വലുതാക്കി അതിനെ കാണിച്ചേക്കുന്നത്. ഇപ്പൊ കോപ്പർ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് കോപ്പർ മെറ്റീരിയലാണ്. അതിനകത്ത് അവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ട്യൂബ് വാൾസ് ടു ദ കൂളിംഗ് മീഡിയം. കൂളിംഗ് മീഡിയം വെളിയിൽ കൂടെ പോകുന്ന എയർ ആയിരിക്കും. എയർ നമ്മൾ സാധാരണ ഇതിൽ എയർ. അപ്പൊ കൂളിംഗ് മീഡിയം നോക്കി കഴിഞ്ഞാൽ എയർ മാത്രം ആവണമെന്നില്ല, വേറെയും കൂളിംഗ് മീഡിയംസിന് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് പറയുന്നത്. ക്യാൻ ബി എയർ, വാട്ടർ ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഒന്നിൽ എയർ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കണ്ടൻസറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെ കൂളിംഗ് നടത്തുന്നത്. അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ ഉപയോഗിക്കാം. കണ്ടൻസറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ട് ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ചോയ്സ് ഓഫ് എ കണ്ടൻസർ ഡിപ്പെൻഡ്സ് ഓൺ 3 ക്രൈറ്റീരിയ. 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു കണ്ടൻസറിനെ സെലക്ട് ചെയ്യുന്നത്. കണ്ടൻസർ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയ ഒരു എ സിയിലേക്കാണെങ്കിൽ കുഞ്ഞു കണ്ടൻസർ ആയിരിക്കും, വലിയ എ സി ആണെങ്കിൽ വലിയ കണ്ടൻസർ ആയിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ മാരുതി 800 വരുന്ന എ സിയുടെ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്, പക്ഷെ ഇന്നോവയ്ക്ക് വരുന്നത് കുറെ വലുതാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒന്ന്, കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. അതായത് നിങ്ങളിപ്പോൾ 1 ടൺ എ സി ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കപ്പാസിറ്റിയാണ്. അപ്പം നമുക്ക് ചെറിയ കണ്ടൻസർ മതി. പക്ഷേ ഒരു 3 ടണ്ണിന്റെ എ സി ആണെങ്കിൽ വലിയ കണ്ടൻസർ വേണം. ഈ ടൈപ്പ് ഓഫ് റെഫ്രിജറന്റ്, ഏത് ടൈപ്പ് റെഫ്രിജറന്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളത്. അടുത്തത് ടൈപ്പ് ഓഫ് കൂളിംഗ് മീഡിയം, ഏത് കൂളിംഗ് മീഡിയം, എയർ ആണോ വാട്ടർ ആണോ, അതിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഒരു കണ്ടൻസറിനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഈ കണ്ടൻസറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ടൻസർ കപ്പാസിറ്റി. ഓക്കെ, കണ്ടൻസർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു സെക്കൻഡിൽ ഒരു മിനിമം ടൈമിൽ എന്തുമാത്രം ഹീറ്റ് വലിച്ചെടുത്ത് പുറത്ത് കളയുന്നുള്ളതാണ്. എബിലിറ്റി ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ടു ദ കണ്ടൻസിങ് മീഡിയം. അത് എന്തുമാത്രം എഫക്റ്റീവായിട്ട് ഇത് അകത്തുനിന്നുള്ള റെഫ്രിജറന്റിന്റെ ഹീറ്റ് നമ്മളെ വെളിയിലുള്ള എയർ ആണെങ്കിൽ എയർ, വാട്ടർ ആണെങ്കിൽ വാട്ടറിലോട്ട് എന്തുമാത്രം എഫക്റ്റീവായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് കണ്ടൻസറിന്റെ കപ്പാസിറ്റി വെച്ച് നമ്മൾ പറയുന്നത്. ഇതിന് ബേസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് 3 അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. മെറ്റീരിയൽ ചോയ്സ് അഫക്ട്സ് ദ ഫിസിക്കൽ സൈസ് ഓഫ് ദ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കണ്ടൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പർ വെച്ചുണ്ടാകാം. ഓക്കെ, കോപ്പർ വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ അലൂമിനിയം വെച്ചുണ്ടാക്കാം എന്ന് വിചാരിക്കാം.
ഈ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കോപ്പർ വെച്ചുണ്ടാക്കുന്ന കണ്ടൻസർ നിങ്ങൾക്ക് സൈസ് ചെറുതായിരിക്കും, അലൂമിനിയം വെച്ചുണ്ടാക്കുന്ന കണ്ടൻസർ സൈസ് വലുതാവണം. കാര്യം എന്താണെന്ന് അറിയാം? റീസൺ കോപ്പറും അലൂമിനിയം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ ഇവരുടെ ഒരു 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 പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണത്? അതായത് കോപ്പറിന് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് അലൂമിനിയം അപേക്ഷിച്ച്. അപ്പൊ അലൂമിനിയം ഒരു കുഞ്ഞ് എമൗണ്ട് ഓഫ് കോപ്പറിന് തന്നെ ഒരുപാട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ അലൂമിനിയത്തിന് അത് പറ്റില്ല. അതാണ് നമ്മൾ മെറ്റീരിയൽ അനുസരിച്ച് ഈ ഇതിന്റെ സൈസ് നമുക്ക് കൂടുകയും കുറയുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ മെറ്റീരിയൽ നല്ല ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൈസ് കണ്ടൻസറിന്റെ ചെറുത് മതി, അല്ലെങ്കിൽ വലിയ സൈസ് ഉണ്ടാക്കേണ്ടി വരും. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത് ഹീറ്റ് ട്രാൻസ്ഫർ എബിലിറ്റി ഈസ് ഈക്വൽ ടു സ്മാളർ കണ്ടൻസർ സൈസ്. അതായത് ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ എബിലിറ്റി ഉണ്ടെങ്കിൽ കുഞ്ഞ് സൈസ് കണ്ടൻസർ മതി. ഇനി എമൗണ്ട് ഓഫ് കോണ്ടാക്ട് ഫാക്ടർ, അതായത് കോണ്ടാക്ട് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് കപ്പാസിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ കണ്ടൻസർ ആൻഡ് ദ മീഡിയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിപ്പോ ഇത് നമ്മുടെ കണ്ടൻസറിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. അതും ഈ ചുറ്റാകെ പോകുന്ന എയറുമായിട്ട് എത്രത്തോളം കോണ്ടാക്ട് സർഫസ് ഏരിയ കോണ്ടാക്റ്റിലുണ്ടെന്നുള്ളത്. സർഫസ് ഏരിയ കൂടുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൂടില്ല, അതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് വേരിഡ് യൂസിങ് 2 മെത്തേഡ്സ്. 2 മെത്തേഡാണ്. ചേഞ്ചിങ് ദ സർഫസ് ഏരിയ ഓഫ് ദ കണ്ടൻസർ. ഒന്ന് സർഫസ് ഏരിയ കൂട്ടാം, അല്ലെങ്കിൽ ചേഞ്ച് ദ റേറ്റ് ഓഫ് കണ്ടൻസിങ് മീഡിയം. അതായത് ഇപ്പൊ എയർ വരുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കുഞ്ഞ് ഏരിയ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കൂട്ടണമെങ്കിൽ ആ ഏരിയ നിങ്ങൾക്ക് കൂട്ടാം. അല്ലെങ്കിൽ എന്ത് പറ്റാം, ഈ വരുന്ന എയർ അല്ലെങ്കിൽ വാട്ടർ എന്തോല്ലാം ആയിക്കോട്ടെ, അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ്, അത് വരുന്ന റേറ്റ്, അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് കൂട്ടിക്കൊടുക്കാം. കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കപ്പാസിറ്റി കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ടെമ്പറേച്ചർ, ഇപ്പൊ ടെമ്പറേച്ചറിന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ടെമ്പറേച്ചർ എന്താണ് ടെമ്പറേച്ചറിന് ഇതിനകത്തുള്ള ഒരു സംഭവം? നിങ്ങളിപ്പോ കൺവെക്ഷൻ ആണ് എടുക്കുവാണെന്ന് വിചാരിക്കുക. ക്യൂ ഇസ് ഈക്വൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യൂ ഇസ് ഈക്വൽ എന്താണ് ഇക്വേഷൻ? കൺവെക്ഷൻ. കാരണം HAS DT. ആ DT എന്ന് പറയുന്നതിൽ ഈ എച്ചും ഏരിയ ഒക്കെ ഏകദേശം കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ഈ ട്രാൻസ്ഫർ പെട്ടെന്ന് കൂടും എന്നുള്ളത്. അതാണ് അതിന്റെ പോയിന്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഒരു ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു വെള്ളം എടുത്തിട്ട്, ഒരു തണുത്ത വെള്ളം എടുത്ത് ഒരു കോൾഡ് കണ്ടീഷനിൽ വെക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടീഷനിൽ വെക്കുന്നത്. അപ്പം ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതൽ. അതാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രത്തോളം കൂടുതലായിരിക്കും അത്രത്തോളം നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അതായത് as temperature difference increases, the heat transfer rate and condenser capacity increases. അതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ അല്ല, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതാണ് DT എന്ന് പറഞ്ഞാൽ എന്താണ്? DT എന്ന് പറഞ്ഞാൽ ഇപ്പം TW മൈനസ് T ആൽഫ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. TW മൈനസ് T ആൽഫ. അപ്പൊ TW മൈനസ് T ആൽഫ എന്ന് പറയുന്നതിൽ TW എന്താണ്? ആൽഫയാണ്, സോറി, T ആൽഫ. ഈ TW എന്ന് പറയുന്നത് എന്താണ്? വാൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സർഫസ് ടെമ്പറേച്ചർ, അത് സോളിഡിന്റെ ടെമ്പറേച്ചർ ആണ്. T ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് T ആൽഫ എന്ന് പറയുന്നത്? അതിന് ചുറ്റാകെ വരുന്ന ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടൻസിങ് മീഡിയം ടെമ്പറേച്ചർ ആൻഡ് ദ വേപ്പർ റെഫ്രിജറന്റ് ടെമ്പറേച്ചർ ഈസ് ദ മെയിൻ മെത്തേഡ്. അതായത് ഞാൻ ഈ പറഞ്ഞ കണ്ടൻസിങ് മീഡിയത്തിന്റെ ടെമ്പറേച്ചർ, അതായത് T ആൽഫ, നമ്മൾ അകത്തൂടെ പോകുന്നതിന്റെ ടെമ്പറേച്ചർ, ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വേരിയബിൾ. അതായത് നമ്മൾ സാധാരണഗതിയിൽ മോസ്റ്റ് എയർ കൂൾഡ് കണ്ടൻസേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ എ ടെമ്പറേച്ചർ. ഇത് ഒന്ന് നോക്കിക്കോളാം. സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന എയർ കൂൾഡ് കണ്ടൻസർ ഉപയോഗിക്കുമ്പം അതിനകത്ത് കണ്ടുവരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 14 ഡിഗ്രി ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സാധാരണ നമ്മൾ എയർ കൂൾഡ് കണ്ടൻസർ ആണല്ലോ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിലും AC-ലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു 14 ഡിഗ്രി വരണം, അല്ലെങ്കിൽ നോർമലി 14 ഡിഗ്രി ഒക്കെയാണ് വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കും. ഇതൊരു പോയിന്റ് ആണ്. ഡിസൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ സാധാരണ മോസ്റ്റ് എയർ കൂൾഡ് കണ്ടൻസർ ഡിസൈൻഡ് ഫോർ എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് 14 ഡിഗ്രി. ഓക്കെ, 14 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് ആരൊക്കെ തമ്മിലാണ് വേണ്ടുന്നത്? കണ്ടൻസറിനകത്തൂടെ പോകുന്ന റെഫ്രിജറന്റും കണ്ടൻസറിന്റെ വെളിയിൽ കൂടെ പോകുന്ന കൂളിംഗ് മീഡിയം, അതായത് എയറോ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ അത് തമ്മിൽ ഒരു മിനിമം ഒരു 14 ഡിഗ്രി വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എയർ കൂൾഡ് കണ്ടൻസർ. അടുത്ത ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ, അത് HFR എന്നാണ് നമ്മൾ ഇതിനെ ഷോർട്ട് ഫോമിൽ പറയുന്നത്. HFR, ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ. HRF, ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ, HRF എന്നാണ് പറയുന്നത്. ദ ലോഡ് ഓൺ ദ കണ്ടൻസർ പെർ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി, അതാണ് പറയുന്നത്. ലോഡ് ഓൺ ദ കണ്ടൻസർ പെർ യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്?
ഈ കണ്ടൻസർ, ഇപ്പൊ ഇത് കണ്ടൻസർ ആണെന്ന് വിചാരിക്കും. ഈ കണ്ടൻസർ എത്രമാത്രം ഹീറ്റ് പുറത്ത് കളയണം, അതാണ് അതിന്റെ ലോഡ്. ഓക്കെ, ഹീറ്റ് ലോഡ് ഓഫ് കണ്ടൻസർ എന്നാണ് ഡിവൈഡഡ് ബൈ, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് RE എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ റെഫ്രിജറേഷൻ കപ്പാസിറ്റി, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ് പറയുന്നത്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് മനസ്സിലായി ഞാൻ പറഞ്ഞത്. എന്തുമാത്രം ഹീറ്റ് ഈ കണ്ടൻസർ പുറത്ത് വിടണം ഡിവൈഡ് ബൈ അതിന്റെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഇപ്പൊ നമ്മൾ COP ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. COP എന്ന് പറഞ്ഞാൽ എന്താണ്, COP ഇക്വേഷൻ എന്താണ്, ഡിസൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ, ഒരിക്കലും മറക്കരുത് എന്താണ്, വർക്ക് ഇൻപുട്ട്. അപ്പൊ അതില് നമുക്ക് HRF എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കണ്ടൻസർ പുറത്തോട്ട് കളയേണ്ട ഹീറ്റ്, അതാണ് കണ്ടൻസറിന്റെ ലോഡ് എന്ന് നമ്മൾ പറയുന്നത്. QC എന്ന് കൊടുത്തേക്കുന്നത് നമുക്ക്. ഓക്കെ, QC കണ്ടൻസർ ഹീറ്റ് ഡിവൈഡ് ബൈ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. ഓക്കെ, അതില് ഈ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോഡ് ഓൺ ദ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ വരും, റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റിയും കംപ്രസർ വർക്കും. റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് ഇവാപ്പറേറ്ററിൽ ഇതിപ്പോ ഇവാപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവാപ്പറേറ്ററിന് അകത്തോട്ട് വരുന്ന ഹീറ്റ് അല്ലെങ്കിൽ അതിന്റെ എൻതാൽപ്പി നമ്മൾ H4 എന്നല്ലേ പറഞ്ഞത്. ഇത് വെളിയിൽ ഇറങ്ങുന്നത് H1 ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ പടം എടുത്തൊന്നും ഇവിടെ കാണിച്ചു തരണം. ഇത് കാണാൻ നിങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അതായത് ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന എൻതാൽപ്പി H1 ആണ്, ഇവിടെ നിന്ന് അകത്തോട്ട് കയറുന്ന എൻതാൽപ്പി H4 ആണ്. ആ H4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, H4 ഈസ് ഈക്വൽ ടു പറയണം എന്താണ്, H3 തന്നെയാണ്. എന്താണ് റീസൺ, എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് എന്താണ്, എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതല്ല ഞാൻ പറയാൻ വന്നത്, എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ഹീറ്റ് അകത്തോട്ട് സപ്ലൈ ചെയ്യും, അത് വലിച്ചെടുക്കുന്ന ഹീറ്റ്. ഇവിടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താണ് ആ ആരോയുടെ തിയറി നമ്മൾ വെക്കുകയാണ്. ഇതിന് ഇവാപ്പറേറ്ററിന് അകത്തോട്ട് കയറുന്ന ഹീറ്റ് ആരൊക്കെയാണ് പറഞ്ഞേ, ആരെങ്കിലും പറയും. ഇവാപ്പറേറ്ററിന് അകത്തോട്ട് കയറുന്ന ഹീറ്റ് ആരാണ്, സോറി ഹീറ്റ് അല്ല, എൻതാൽപ്പി. എൻതാൽപ്പി ആരൊക്കെയാണ്, H4 പ്ലസ് ഹീറ്റ് ആരാണ്, QS. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്, എന്ത് കിട്ടും, H1 എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിസ്റ്റമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് റെഫ്രിജറന്റാണ്. റെഫ്രിജറന്റ് വലിച്ചെടുക്കുന്ന ഹീറ്റ്, റെഫ്രിജറന്റിലോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്, H1 മൈനസ് H4. ഈ സാധനമാണ് നമ്മുടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ H1 മൈനസ് H4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ ഇവാപ്പറേറ്ററിന്റെ വെളിയിൽ ഇറങ്ങുന്ന ഹീറ്റ് മൈനസ് ഇവാപ്പറേറ്ററിൽ കയറുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റാണ്. ഇത് വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കാരണം ഇവിടെ H1 ഹീറ്റ് കൊണ്ടാണ്, H1 എൻതാൽപ്പി കൊണ്ടാണ് ഇത് കംപ്രസറിനകത്ത് കയറുന്നത്. പക്ഷെ കംപ്രസർ എന്ന് വെളിയിൽ ഇറങ്ങുമ്പം കുറെ ഹീറ്റ് ഇതിൽ കംപ്രഷൻ കാരണം ആടപ്പെടും. അപ്പൊ H2 എന്ന് പറഞ്ഞാൽ ഈ H1-നെക്കാട്ടിയും കൂടുതലായിരിക്കും. ഇത് രണ്ടും നമ്മൾ എവിടെ നിന്ന് റിമൂവ് ചെയ്യണം, എവിടെയാണ് റിമൂവ് ചെയ്യേണ്ടത്, കണ്ടൻസറിൽ റിമൂവ് ചെയ്ത് കളയാം. അതാണ് കണ്ടൻസറിന്റെ യഥാർത്ഥ ലോഡ്. അപ്പൊ കണ്ടൻസർ റിമൂവ് ചെയ്ത് കളയേണ്ട ഹീറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇവാപ്പറേറ്റർ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് മാത്രമല്ല, കംപ്രസറിൽ ഉണ്ടാകുന്ന ഹീറ്റ് ഓഫ് കംപ്രഷനും കൂടെ ആരാണ് റിമൂവ് ചെയ്ത് കളയേണ്ട, കണ്ടൻസർ. ഇത് രണ്ടുമാണ് കണ്ടൻസറിന്റെ ലോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? അതാണ് ഇവിടെ എഴുതിയത്. റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ RE എന്ന് പറഞ്ഞാൽ എന്താണ്, H1 മൈനസ് H4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവാപ്പറേറ്ററിൽ നമ്മൾ ആഡ് ചെയ്ത അല്ലെങ്കിൽ വലിച്ചെടുത്ത ഹീറ്റ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ലോഡ് ഓൺ ദ കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പം QC നിങ്ങൾക്ക് എഴുതാം. കണ്ടൻസറിന്റെ ലോഡ് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്ലസ് വർക്ക് ഇൻപുട്ട് ആണ്. അപ്പൊ ഈ HRF എന്ന് പറഞ്ഞാൽ എന്താണ്, HRF എന്ന് പറഞ്ഞാൽ ഈ QC ബൈ RE ആണ്. QC എന്ന് പറഞ്ഞാൽ RE പ്ലസ് വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ RE. RE എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്. അതിനെ നമുക്ക് മാറ്റി തിരിച്ച് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ ഫോർമുല. HRF എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ QC പ്ലസ് RE ആണ്. ഈ QCക്ക് അകത്ത് എന്തൊക്കെയുണ്ട്, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റും ഉണ്ട്, വർക്ക് ഇൻപുട്ടും ഉണ്ട്, ഡിവൈഡ് ബൈ RE എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് 1+1/COP എന്ന് എഴുതാം എന്നുള്ളതാണ്. 1+1/COP ഇതാണ് സംഭവം. നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്താണ് ഇതിനകത്ത് നമ്മൾ COP എന്താണ് എഴുതൂലേ, റെഫ്രിജറേറ്റീവ് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് കിട്ടുന്നത് HRF ഇത് ഓർത്ത് വെച്ചേക്കണേ. HRF
HRF-ഉം COP-യും തമ്മിലുള്ള ഒരു റിലേഷനാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. 1+1/COP. HRF എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷൻ ഫാക്ടർ ഓഫ് കണ്ടൻസർ. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഓക്കെ ആണോ? ശരി. അപ്പൊ HRF ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ COP ഓഫ് ദ സിസ്റ്റം, വിച്ച് ഇൻ ടേൺ ഡിപ്പെൻസ് ഓൺ ദ കണ്ടൻസർ ആൻഡ് ഇവാപറേറ്റർ ടെമ്പറേച്ചർ. അത് നമുക്കറിയാം. കണ്ടൻസറിന്റെ ഇവാപറേറ്ററിന്റെ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ് അത് മാറുന്നത്, നമുക്കറിയാം. ഇത് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. HRF. ഇനി ഈ കണ്ടൻസറിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഇങ്ങനെയൊക്കെ പല കണ്ടൻസറുകൾ ഉണ്ടെന്നുള്ളത്. കണ്ടൻസറുകൾ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. എയർ കൂൾഡ് കണ്ടൻസർ, വാട്ടർ കൂൾഡ് കണ്ടൻസർ, ഇവാപറേറ്റീവ് കണ്ടൻസർ. ഈ 3 തരത്തിൽ. ഇപ്പൊ എയർ കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അതിൽ കൂളിംഗ് നമ്മൾ എയർ ആണ് കൂളിംഗ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് എയർ കൂൾഡ് കണ്ടൻസർ. നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന ഫ്രിഡ്ജ് ആണെങ്കിലും വീട്ടിൽ ഇരിക്കുന്ന AC ആണെങ്കിലും. വാട്ടർ കൂൾഡ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അതിൽ ഈ കണ്ടൻസറിൽ കൂളിംഗ് മീഡിയ ആയിട്ട് നമ്മൾ വെള്ളത്തിനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇവാപറേറ്റീവ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതൊരു സെപ്പറേറ്റ് ടൈപ്പ് കണ്ടൻസർ ആണ്. ഓക്കെ, അത് നമുക്ക്